229 ഫ്ലിപ്കാർട്ടിൽ നീ സാധനം മേടിച്ചപ്പോ ഇത്ര അടിപൊളിയായിരുന്നു ഞാൻ വിചാരിച്ചില്ലോട്ടോ. നല്ല അടിപൊളി ചെരുപ്പേ. ഇനിയിപ്പോ ഉറങ്ങുമ്പോഴും നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും അല്ല ഈ ചെരുപ്പ് എന്റെ കാലിൽ തന്നെ ഉണ്ടാവും കേട്ടോ. വൈകുന്നേരം ആയപ്പോ വെറുതെ ഒരു ആഗ്രഹം പഴയതുപോലെ കടയിൽ പോയിട്ട് ഒരു ചായയും ഒരു ഉഴുന്നുവടയും കഴിക്കാൻ. എന്നാ പിന്നെ കുടുംബസമേതം അങ്ങോട്ട് നീങ്ങിയാല. ചായ കുടിക്കാനൊക്കെ പുറത്ത് പോകണമെന്ന് ചോദിക്കുന്നവരോട് ഒരു ചായ കുടിക്കാൻ ഞാനും കണ്ണനും കൂടെ 3 വരെ പോയിട്ടുണ്ട്. പിന്നെയാണ് ചായ കുടിക്കാൻ പോകാനെന്ന് പറഞ്ഞ് വണ്ടിയിൽ വലിഞ്ഞ് കയറിയപ്പോഴേ എനിക്ക് മനസ്സിലായി അമ്മ ഇതുപോലെ എന്തെങ്കിലും പരിപാടി കാണിക്കുന്നത്. ദേണ്ട കണ്ടില്ലേ പൊതുവിതരണ കേന്ദ്രത്തിൽ കയറി നിൽക്കുന്നത്. ചായക്കടക്കാർ ചായ അടിച്ചിട്ട് വീട്ടിൽ പോയാലും ഇന്ന് അമ്മ വരും എനിക്ക് തോന്നുന്നില്ല. എന്നാ പിന്നെ നിങ്ങൾ അവിടെ ഇരി, ഞാൻ ഇച്ചിരി പാൽ കുടിക്കട്ടെ എന്ന് പറഞ്ഞ് ചെയ്തിട്ട് എന്റെ ബോട്ടിൽ കൈപ്പിടിച്ചോണ്ടിരിപ്പുണ്ടേ. ലെവൻ ഇന്ന് വണ്ടി കുലുക്കി ഞങ്ങൾ എല്ലാവരും തള്ളി താഴോടെന്നാണ് തോന്നുന്നത്. ഇതെല്ലാം കൂടെ കണ്ട് കിളിയും പറഞ്ഞ് ഞാനും ഓടിരിപ്പുണ്ടേ. ഇതിനിടയ്ക്ക് പറയാൻ മറന്നുപോയി, എന്റെ ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ് ചോദിച്ചായിരുന്നു. കോഫി ഷെയ്ഡാണ് കേട്ടോ ഡാസ്ലറിന്റെ. ഇതിനിടയ്ക്ക് ഒരു ആവശ്യമില്ലാണ്ട് ഒരു കടയിൽ കയറിട്ട് ചെയ്തോട്ടിക്ക് പാൽപ്പൊടി മേടിച്ചായിരുന്നു കേട്ടോ. 500 രൂപ ആ വഴിക്ക് പോയി കിട്ടിയേ. പിള്ളേരൊക്കെ വല്ല കട്ടൻ ചായം കൊടുത്ത് പഠിപ്പിക്കുന്നതായിരിക്കും എന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് നല്ലത്. വിശന്നാ കണ്ണു കണ്ടുകൂടാത്ത 2-3 വണ്ടിയിൽ ഇരിക്കുന്നുണ്ട്. അച്ഛൻ തന്നെ ചായക്കടയിൽ നിന്ന് വടകളെല്ലാം വാരിക്കൂട്ടി എടുക്കുന്നുണ്ടേ. അങ്ങനെ ദേണ്ടാ മക്കളെ കുറെ ദിവസം ശേഷം നമ്മുടെ ഫ്രെയിമിലേക്ക് നമ്മുടെ ഉഴുന്നുവട കുട്ടം വന്നിട്ടുണ്ട്. കൂടെ നമ്മുടെ കിടിലൻ ചായയും. എന്റെ ഉഴുന്നുവട കഴിക്കാൻ എനിക്ക് ആരുടെയും സഹായം വേണ്ടെന്ന് പറഞ്ഞ് ചെയ്തോട്ട് തേണ്ട ഇവിടെ ഒറ്റയ്ക്ക് നിന്ന് ഉഴുന്നുവട കഴിക്കുന്നുണ്ട്. തൊട്ടപ്പുറത്തിരുന്ന് അമ്മയും തട്ടി വിടുന്നുണ്ട് കേട്ടോ. ഈ മാധവൻ കട്ടതൊന്നും ചേക്ക് വിട്ട് പോയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേണ്ട മോൻ ഒരു ബേസിന് തലക്കമത്തിക്കൊണ്ട് വരുന്നുണ്ട്. ചായ കുടിച്ചിട്ട് വന്നപാടെ ഈ വീട്ടിലുള്ള ആൾക്കാരെല്ലാം ഈ പാത്രവും പറയിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പൊ കാണിച്ചിരാമേ. ഇത് കഴിഞ്ഞ ദിവസം നമ്മുടെ സബ്സ്ക്രൈബറായ ബൈജു ചേട്ടൻ നമ്മുടെ വീട്ടിൽ കൊണ്ട് തന്നതാണ്. ലോട്ടസിന്റെ ട്യൂബറെന്നാ അങ്ങനെ ഏതാണ്ടൊക്കെയാണ് പറയുന്നത് കേട്ടോ. അതേണ്ട ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു അതിനകത്ത് കയറി ഇരിപ്പും പിടിച്ച്. ആ ചേട്ടൻ പറഞ്ഞത് എല്ലുപൊടിയും ചാണകപ്പൊടിയൊക്കെ കിട്ടിട്ട് വേണം നടണമെന്നാണേ. ഓ ഭാഗ്യം ചാണകപ്പൊടി മാത്രം കിട്ടിയില്ല, എല്ലുപൊടി മാത്രം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ ചാണകപ്പൊടി കിട്ടിയില്ലെന്ന് പറഞ്ഞ് താമര ചെന്ന് ചേട്ടനോട് പരാതി ഒന്നും പറയാൻ പോലില്ല. നമുക്കിനിപ്പോ ഉള്ളത് കൊണ്ട് നടാനെടുക്കുന്ന മണ്ണില് കല്ല് കാണാനേ പാടില്ലെന്നാണ് ചേട്ടൻ പറഞ്ഞത്. ഇവിടത്തെ മണ്ണിൽ ഇപ്പൊ കല്ല് മാത്രമേ ഉള്ളൂ, മണ്ണെന്ന് പറഞ്ഞ സാധനം ഇല്ല. എന്തൊരു കഷ്ടമാണിത്. ഈ 3 താമര നടാൻ 3 ബേസ് മേടിക്കണമെന്നാണ് ചേട്ടൻ പറഞ്ഞത്. ഈ ഒരു ബേസിന്റെ വില തന്നെ 300 രൂപയാണ്. അപ്പൊ എങ്ങനെയാണ് ഞാൻ 3 മേടിക്കുന്നത്? നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല കേട്ടോ. അങ്ങനെ 3 കൂടെ ഒറ്റ പാത്രത്തിൽ നട്ടു ഞാൻ കുളമാക്കി വെച്ചിട്ടുണ്ടേ. രാത്രിയിൽ കഴിക്കാൻ കുറച്ച് മീനുണ്ടായിരുന്നു, അതിനെടുത്ത് വറുത്തു. പിന്നെ നല്ല ചൂട് ദോശ ഉണ്ടാക്കി കഴിക്കാന്ന് വിചാരിച്ചു കേട്ടോ. നല്ല ചൂട് ദോശയുടെ മുകളിലേക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മൊരിച്ച് അങ്ങോട്ട് കഴിച്ചാലാ അടിപൊളിയായിരിക്കില്ലേ. അപ്പൊ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. ടാറ്റാ ബൈ ബൈ, സീ യു.